ഉത്തര മലബാറിലെ മുഖയ ബോവി സമുദായത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ 351 വർഷത്തിന് ശേഷം വീണ്ടും തെയ്യങ്ങളുടെ ചിലമ്പൊലി മുഴങ്ങുന്നു. നാടൊന്നാകെ കാത്തിരുന്ന പെരുങ്കളിയാട്ടത്തിൽ 5 ദിവസങ്ങളിലായി 39 തെയ്യങ്ങളാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തുക. പെരുങ്കളിയാട്ടം 24-ന് സമാപിക്കും. തോറ്റംപാട്ടിന്റെ ഈണത്തോടൊപ്പം ഓരോ മനുഷ്യന്റെ ഹൃദയം കൂടി സഞ്ചരിക്കുകയാണിവിടെ. നീണ്ട 351 വർഷത്തെ കാത്തിരിപ്പ് അത് വെറുതെയായില്ല. ആദൂർ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഒരു ജനതയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാവുകയാണ്. ഐതിഹ്യപരമായി ഏറെ പ്രാധാന്യമുണ്ട് ആദൂർ ഭഗവതി ക്ഷേത്രത്തിന്. പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ആയിറ്റി ഭഗവതിയും ഒരേ ബിംബത്തിൽ പ്രതിഷ്ഠയുണ്ടെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 5 ദിവസങ്ങളിലായി 39 തെയ്യങ്ങളാണ് പെരുങ്കളിയാട്ടത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ എത്തുക. ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഏകദേശം 351 വർഷങ്ങൾക്ക് ശേഷമാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ചന്ദ്രഗിരിക്ക് പുഴയ്ക്ക് ഇപ്പുറം ആദ്യമായിട്ടാണ് മുഖയ ബോവി സമുദായത്തിൻ്റെ ഒരു പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇവിടെ നമ്മുടെ പുന്നക്കാൽ ഭഗവതിയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും ആയിറ്റ് ഭഗവതിയും ഒരേ പീഠത്തിൽ ഒരു ചൈതന്യമായി നിലകൊണ്ടിട്ടാണ് ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടെ കുടിയിരിക്കുന്നത്. നമ്മുടെ ഈ പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് വിവിധ മതത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഇതിന്റെ പെരുങ്കളിയാട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ആദൂർ എന്ന നാടൊന്നാകെ പെരുങ്കളിയാട്ടത്തെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. വരുന്ന ഭക്തർക്കെല്ലാം മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സംഘാടന മികവിലും ആദൂർ വേറിട്ട് നിൽക്കുന്നു. ആചാര അനുഷ്ഠാനത്തിന്റെ അളമുറിയാത്ത സൗന്ദര്യം തന്നെയാണ് 3.5 നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടം നമുക്ക് കാണിച്ചു തരുന്നത്. ഭക്തിയും സംസ്കാരവും കൂടിച്ചേരുന്ന ഈ മുഹൂർത്തം ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കാസർഗോഡ്. പെരുങ്കളിയാട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി മിഥുൻ പിള്ള തന്നെ ചേരും. മിഥുൻ, പറയൂ, ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ 351 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ വീണ്ടും തെയ്യങ്ങളുടെ ചിലമ്പൊലി മുഴങ്ങുന്നത്. അവിടെ എങ്ങനെയാണ്, എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പെരുങ്കളിയാട്ടത്തിന്? രോഹിണി, 351 വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദൂർ എന്ന ഗ്രാമത്തെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകത ഉണ്ടാകുന്നത്. ഈ ഒരു നാടിൻ്റെ ചൈതന്യത്തെ ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പെരുങ്കളിയാട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നു വരുന്നത്. നമുക്കറിയാം, ഈ 5-6 ദിവസങ്ങളിലായി ഏതാണ്ട് 39 തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്. നമ്മോടൊപ്പം ഈ ക്ഷേത്ര സ്ഥാനികരിൽ ഒരാളായ കരുണാകരൻ വെളിച്ചപ്പാടൻ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു 351 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു പെരുങ്കളിയാട്ടം നടക്കുന്നത്, എന്താണ് പറയാനുള്ളത്? ഈ ആദൂർ ഭഗവതി അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ആഗമന വർഷത്തിൻ്റെ കണക്ക് ഒരു അഷ്ടമംഗല പ്രശ്ന വിചാരം ചെയ്തപ്പോൾ കിട്ടിയ ഒരു കണക്ക് 1900 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യപ്പെട്ടതെന്ന് അറിയപ്പെടുന്നു. അത് ആര്യനാട്ടിൽ വന്നെന്ന ഭഗവതിയാണ്
ദേവലോകത്തിൽ നിന്ന് വന്ന് ആര്യനാട്ടിലെത്തി ആര്യക്കെട്ട് ശാസ്താവ് എന്ന ശിവൻ്റെ ക്ഷേത്രത്തിലെത്തി ദേവി. അവിടുന്ന് ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ ആ നാട്ടിലൊരു ആര്യരാജാവ് ഉണ്ടായിരുന്നു. ആര്യരാജാവിനെ മുഖം കാണിക്കാൻ ആ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ആ പ്രത്യക്ഷപ്പെട്ട് ഈ പരശുരാമ സൃഷ്ടി കാണുവാനുള്ളൊരു മോഹമുണ്ടായി എന്നാണ് ചരിത്രം. ആ മോഹമുണ്ടാകുമ്പോൾ പരശുരാമ സൃഷ്ടി കാണാനുള്ള മോഹമുണ്ടാകുന്ന സമയത്ത് ആര്യരാജാവിൻ്റെ കോട്ടയ്ക്ക് ദേവിക്ക് കടക്കണമെന്നായിരുന്നു ദേവിയുടെ ഉദ്ദേശം. ആര്യരാജാവിൻ്റെ കോട്ടയ്ക്ക് കടക്കുമ്പോൾ ആ കോട്ടയിൽ 108 ദ്വാരപാലകനുണ്ടായിരുന്നു. അത് ഗുളികരാജനാണ് ഈ 108 ദ്വാരപാലകൻ. അങ്ങനെ ആര്യരാജാവിൻ്റെ കോട്ടയ്ക്ക് ചെല്ലാൻ ഒരു ഗുളികരാജനെ അവിടെ ദേവി സ്വാധീനിച്ചു കയ്യിലെടുത്തു. അങ്ങനെ ആര്യരാജാവിൻ്റെ കോട്ടയ്ക്ക് ആ ദേവി ആഗമനം ചെയ്തു. ആര്യരാജാവിൻ്റെ ഒരു പൊന്മകളുണ്ടായിരുന്നു. ആ പൊന്മകൾ മധ്യരാത്രി കഴിഞ്ഞ് 3 മണി സമയമാകുന്ന ആ സമയത്ത് നീരാടാൻ കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ ആര്യരാജാവിൻ്റെ മകൾക്ക് ഒരു മായാവസ്ഥ കൊണ്ട് വസൂരി എന്നൊരു ലക്ഷ്യത്തെ മകൾക്ക് കാട്ടിക്കൊടുത്ത് ആ തോഴിമാരോടൊപ്പം വന്ന ആ പൊന്മകൾ സ്ഥാനം കഴിഞ്ഞ് പോകുമ്പോൾ മോഹാലസ്യപ്പെട്ടു. അങ്ങനെ തോഴിമാരോടൊപ്പം പോയി ആര്യരാജാവിന് തോഴിമാർ അവിടെ കൽപ്പിച്ചു, ഇങ്ങനെ മകൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന്. ആ അസുഖം ബാധിച്ചെന്ന് കൽപ്പിച്ചപ്പോൾ ആര്യരാജാവ് അവിടെ പ്രശ്നവിചാരം ചെയ്തു. ആ പ്രശ്നവിചാരം ചെയ്തപ്പോൾ ദേവലോകത്ത് നിന്നൊരു ചൊവ്വ എന്നൊരു ശക്തി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ആ പ്രശ്നത്തിൽ തെളിഞ്ഞത്. ആ പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ആ രാജരാജാവ് കൽപ്പിച്ചു ആ അമ്മയെ ഒന്ന് മുഖം കാണിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ആര്യക്കെട്ട് ശാസ്താവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. അമ്മ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് മുഖം കാണിക്കണം, എന്താണ് അമ്മയുടെ ആവശ്യം എന്ന് എന്നെ അറിയിക്കണം എന്ന്. അങ്ങനെ ആര്യരാജാവിന് ആ അമ്മ മുഖം കാണിച്ചു എന്നാണ് ഐതിഹ്യം. ആ മുഖം കാണിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പരശുരാമ സൃഷ്ടി കാണുവാനൊരു മോഹമുണ്ട്, അതിന് എനിക്കൊരു മരക്കലം വേണമെന്ന്. ആ മരക്കലം വേണമെന്ന് ആജ്ഞാപിച്ചു. രാജാവ് പറഞ്ഞ്, എന്ത് വേണമെങ്കിലും എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തിയാൽ എന്ത് വേണമെങ്കിലും ഞാൻ അമ്മയ്ക്ക് തരാം. അപ്പോൾ സ്വർണവും വജ്രവും തരാം, ഞാൻ രാജാവാണ് ഈ ആര്യനാട്ടിൽ, എനിക്ക് സ്വർണവും വജ്രവും വേണ്ട, മലനാടുകയാണ് വേണ്ടത്, മരക്കലം വേണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ പെരുങ്കല്ലിനെയും വിശ്വകർമാവിനെയും പെരുങ്കല്ലിനെയും ബന്ദ്രക്കോലപ്പൻ എന്ന് പറയുന്ന ആ ദശകർമാവിന് അവിടെ വിളിച്ചു വരുത്തുകയും അങ്ങനെ മരക്കലത്തിൽ അവിടെ പണി തീർക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മരക്കലം പണി തീർത്ത് ആ മരക്കലത്തിൽ ഒരു ക്ഷേത്രവും പണിത് അമ്മയ്ക്ക് അവിടെ സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം വിശദമായൊരു ഐതിഹ്യം തന്നെയാണ് നമ്മോട് വിശദമായൊരു ഐതിഹ്യം തന്നെയാണ് നമ്മോട് പങ്കുവെച്ചത്. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വിജനമായി കാണുന്നത് ശ്രദ്ധിക്കേണ്ടത് 10 മണിയോടുകൂടി ആണ് തെയ്യങ്ങളുടെ പുറപ്പാട് സമയം. ആ ഒരു സമയത്ത് ഒരുപാട് തെയ്യങ്ങൾ ഇന്നും ഭക്തർക്ക് അനുഗ്രഹം ചെയ്യാൻ എത്തുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ദൃശ്യഭംഗി നൽകുന്ന കാഴ്ചകളിലേക്ക് കടക്കാൻ സാധിക്കും. രോഹിണി, അതെ, തീർച്ചയായും. മിഥുൻ പിള്ളയാണ് പെരുങ്കളിയാട്ടത്തിന്റെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവച്ചത്.